ഹലോ മക്കളെ, ടെല്ല ക്ലാസ്സസിന്റെ ആനുവൽ എക്സാം റിവിഷൻ സീരീസിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ഇയറിലെ തന്നെ ഏറ്റവും കുഞ്ഞി ചാപ്റ്ററാണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കൺസെപ്റ്റുകൾ വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ നിന്ന് മാത്രമേ വർഷാവർഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ മാത്രമല്ല, നമ്മൾ എൻറ്റയർ ചാപ്റ്റർ കവർ ചെയ്തായിരിക്കും പോവുക. നമുക്ക് ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ മക്കളെ, നമുക്ക് സമയം കളയണ്ട, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. മക്കളെടാ, ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് യൂസസ് ഓഫ് മൈക്രോബ്സ് ഇൻ വേരിയസ് ഫീൽഡ്. നമ്മുടെ നിത്യജീവിതത്തിൽ പലതരം മേഖലകളിൽ എവിടെയൊക്കെയാണ് മൈക്രോബുകൾ, സൂക്ഷ്മജീവികളെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഹെഡിങ്ങുകൾ നമ്മൾ പഠിക്കും. ആദ്യം മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയൽ യൂസസ്, മൈക്രോബുകളെ കൊണ്ട് ഇൻഡസ്ട്രീസിലുള്ള യൂസസ് എന്തൊക്കെയാണ്, അതുപോലെ സീവേജ് ട്രീറ്റ്മെന്റിൽ മൈക്രോബുകളെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് മൈക്രോബുകളെ യൂസ് ചെയ്യുന്നത്, ബയോ പെസ്റ്റിസൈഡുകളായിട്ടും അതേപോലെ തന്നെ ബയോ ഫെർട്ടിലൈസറുകളായിട്ടും എങ്ങനെയാണ് നമ്മൾ മൈക്രോബുകളെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെയാണ് നമ്മൾ മൈക്രോബുകളെ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കിയാടാ, അതിൽ ഒന്നാമത് വരുന്ന ആളാണ് ലാക്ടോബാസിലസ് ഓർ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ചുരുക്കി നമ്മൾ LAB, ലാബ് എന്ന് വിളിക്കും. നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇതിന്റെ ഫുൾ ഫോം എഴുതാൻ ചോദിക്കും. ലാബിന്റെ ഫുൾ ഫോം എന്താണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ആ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ കൂട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. നോക്കാം, നമുക്ക് അവരുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നോക്കിയടാ, it convert milk to curd by producing acids that coagulate and partially digest the milk protein. ഇത് എന്താ ചെയ്യുന്നത്? നമ്മൾ പാലിനകത്തേക്ക് ഈ ബാക്ടീരിയ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ബാക്ടീരിയ പാലിനെ കൺവേർട്ട് ചെയ്ത് ആരാക്കും? കേർഡ്, തൈരാക്കും. ഒപ്പം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രൊഡ്യൂസ് സം ആസിഡ്സ് ഇൻ ദ മിൽക്ക്. മിൽക്കിനകത്ത് ചില ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും, എക്സ്പെഷ്യലി ലാക്റ്റിക് ആസിഡ്. ഏത് ആസിഡിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാക്റ്റിക് ആസിഡിനെയാണ്. അപ്പൊ ഇത് ലാക്റ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി ദാറ്റ് കൊയാഗുലേറ്റ് ആൻഡ് പാർഷ്യലി ഡൈജസ്റ്റ് ദ മിൽക്ക് പ്രോട്ടീൻ. ഇത് ഉണ്ടാക്കുന്ന ഈ ഒരു ആസിഡുകൾ എന്ത് ചെയ്യും? ഈ മിൽക്കിനകത്ത് കിടക്കുന്ന പ്രോട്ടീനുകളെ കൊയാഗുലേറ്റ് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കൂടാതെ എന്തും ചെയ്യും? ആൻഡ് പാർഷ്യലി ഡൈജസ്റ്റ് ദ മിൽക്ക് പ്രോട്ടീൻ. മിൽക്ക് പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വയറ്റിലേക്ക് പാലിനേക്കാൾ കൂടുതൽ തൈരിനാണ് ദഹനശേഷി കൂടുതൽ. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ദഹിക്കുന്നത് ആരാണ്? ഈ പറയുന്ന തൈരാണ്. കാരണം തൈരായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പാർഷ്യലി മിൽക്കിനകത്തുള്ള മിക്കവാറും പ്രോട്ടീൻസ് എല്ലാം പാർഷ്യലി ഡൈജസ്റ്റഡ് ആവുന്നു. ഇനി ഫ്രഷ് മിൽക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ടു കർഡ് ബൈ ആഡിങ് സം കർഡ് കണ്ടെയ്നിങ് ലാബ്. നോക്ക്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അടങ്ങിയ കുറച്ച് തൈര് എടുത്തിട്ട് നമ്മൾ ഫ്രഷ് മിൽക്കിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിൽക്ക് എന്തായിട്ട് മാറും? കേർഡായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ ഉറ ഒഴിക്കുക എന്നൊക്കെ പറയും. ഉറ ചേർക്കുക, മിൽക്കിനകത്തേക്ക് നമ്മൾ ഉറ ചേർത്ത് വെക്കും. ഉറ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തൈര് എടുത്ത് ആഡ് ചെയ്ത് വെക്കും, ശരിയല്ലേ? ഇറ്റ് ഓൾസോ ഇൻക്രീസസ് വൈറ്റമിൻ B12 ഇൻ ദ കേർഡ്. ഇത് കേർഡിനകത്ത്, തൈരിനകത്ത് എന്തിന്റെ അളവും വർദ്ധിപ്പിക്കും മക്കളെ? വൈറ്റമിൻ B12 വർദ്ധിപ്പിക്കും. അപ്പൊ മിൽക്ക് കേർഡായിട്ട് മാറുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? the proteins present in the milk will be partially digested and coagulated. ഒന്നാമത് സംഭവിക്കുന്ന കാര്യം ഇതാണ്. മിൽക്കിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുകയും കൊയാഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. രണ്ട്, ഇറ്റ് ഇൻക്രീസസ് ദ വൈറ്റമിൻ B12 ഇൻ ദ കേർഡ്. കേർഡിനകത്ത് വൈറ്റമിൻ B12 അളവ് വർദ്ധിച്ചിരിക്കും. ദെൻ in stomach, LAB helps to check pathogen. Check means stop അല്ലെങ്കിൽ kill. അതായത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് വളരുന്ന പാത്തോജനുകൾ, രോഗകാരികളായ ബാക്ടീരിയകളുടെ എണ്ണം കുറയ്ക്കും. ആരാ? ലാബ്. അപ്പൊ നമ്മൾ തൈര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വഴി വയറിനകത്ത്, അതായത് നമ്മുടെ ആമാശയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗകാരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ ആര് തടയും? നമ്മുടെ ലാബ് തടയും, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ തടയും. ദീസ് ആർ ദ മെയിൻ യൂസസ് ഓഫ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി നമ്മൾ ലാബിനെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ദെൻ അടുത്ത നോക്കിയേ, ബാക്ടീരിയൽ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ അനീറോബിക് റെസ്പിറേഷൻ. രണ്ടാമത്തെ ഹൗസ് ഹോൾഡ് പർപ്പസിലുള്ള രണ്ടാമത്തെ യൂസ് ആണ്. ഒന്ന് ലാക്ടോബാസിലസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടെന്താണ്? ബാക്ടീരിയൽ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ അനീറോബിക് റെസ്പിറേഷൻ. എന്താ? ഇൻ ഡോ is used to make food such as dosha, idli, etc. The puffed appearance of the duff is due to the production of carbon dioxide.
നോക്കൂ, നമ്മൾ ഈ അപ്പത്തിന്റെയും അതേപോലെ ദോശയുടെയൊക്കെ മാവ് പുളിപ്പിക്കാൻ വേണ്ടി, ഇഡലി ദോശ മുതലായവയൊക്കെ ഉണ്ടാക്കാൻ മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പൊ ആ മാവ് വീർത്ത് വരാറുണ്ട്. അതിന് കാരണം എന്താ? അവിടെ നടക്കുന്ന ഫെർമെന്റേഷൻ ആണ്. അത് ആ ഫെർമെന്റേഷന് ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതാണ്. ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ സക്കാരോമൈസസ് സെർവീസിയെ ഓർത്തോണം. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഏതാണ്? നോക്കിയ എന്റെ സ്പീഷീസ് ഏതാ? സക്കാരോമൈസസ് സെർവീസിയെ. എഴുതി സൂക്ഷിച്ചോണേ, ബേക്കേഴ്സ് ഈസ്റ്റ്. പിന്നീട് നമ്മൾ ഇവന്റെ വേറൊരു അപരനാമവും കൂടെ പഠിക്കും. അപ്പൊ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് സക്കാരോമൈസസ് സെർവീസിയെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ബൈ ഫെർമെന്റിങ് ഡഫ്. ഡഫിനെ ഫെർമെന്റ് ചെയ്തുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാനും നമ്മൾ ആരെ ഉപയോഗിക്കും? സക്കാരോമൈസസ് സെർവീസിയെ ഉപയോഗിക്കും. ടോഡി ഈസ് മെയ്ഡ് ബൈ ഫെർമെന്റിങ് സാപ്പ് ഫ്രം പാംസ്. പനയുടെയും മറ്റുമൊക്കെ നീരെടുത്തിട്ട് അതിനെ ഫെർമെന്റ് ചെയ്ത് ടോഡി അഥവാ കള്ള് നിർമ്മാണത്തിന് എന്തിനെ ഉപയോഗിക്കും? ഈ പറയുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് അഥവാ ഈ പറയുന്ന സക്കാരോമൈസസ് സെർവീസിയെ ഉപയോഗിക്കും. മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു ഫെർമെന്റ് ഫിഷ്, സോയാബീൻ, ബാംബു ഷൂട്ട്സ് ആൻഡ് പ്രൊഡ്യൂസ് ചീസസ്. പലതരത്തിലുള്ള ഫിഷസിനെയും സോയാബീൻ, ബാംബു ഷൂട്ട് മുതലായവയൊക്കെ ഫെർമെന്റ് ചെയ്ത് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും മക്കളെ? ഈ ഫെർമെന്റേഷൻ ഹെൽപ്പ് ചെയ്യും. നോക്കൂ, ദാറ്റ് ഈസ് സക്കാരോമൈസസ്. അപ്പൊ ഈ ഫെർമെന്റേഷൻ എല്ലാം സഹായിക്കുന്നത് ആരാണ്? ഈ സക്കാരോമൈസസ് സെർവീസി അഥവാ ബേക്കേഴ്സ് ഈസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് സ്വിസ് ചീസ്. നോക്കൂ മക്കളെ, സ്വിസ് ചീസ് ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണനിലവാരം കൂടിയ ഒരു തരം ചീസാണ്. പോപ്പുലർ ആയിട്ടുള്ള ഒരു ചീസാണ് സ്വിസ് ചീസ്. ഹാസ് ലാർജ് ഹോൾസ്. നമ്മൾ കണ്ടിട്ടുണ്ട് കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത്, ടോം ആൻഡ് ജെറിയെ കാണുമ്പോൾ ടോം അതിനകത്ത് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു ചീസ് ഉണ്ട്. ആ ചീസിനകത്ത് വലിയ ഹോൾസ് ഒക്കെ കാണാൻ പറ്റും അല്ലേ? അപ്പൊ ദ ലാർജ് ഹോൾസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി, എ ബാക്ടീരിയം. നോക്ക്, സ്വിസ് ചീസ് ഉണ്ടാക്കുമ്പോൾ അതിനെ റൈപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, സ്വിസ് ചീസിനെ റൈപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. പ്രൊപ്പിയോണി, ഇത് എഴുതി സൂക്ഷിച്ചോണം. സ്വിസ് ചീസിന്റെ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി. ഇനി അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള വളരെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ചീസാണ് റോക്ക്ഫോർട്ട് ചീസ്. എന്താണ്? റോക്ക്ഫോർട്ട് ചീസ്. ആൻഡ് ഇറ്റ് ഈസ് റൈപ്പൻഡ് ബൈ ഗ്രോയിങ് എ ഫംഗസ്. എന്നാൽ അതിനെ റൈപ്പൻ ചെയ്യുന്ന ബാക്ടീരിയ ആണോ? അല്ല, പകരം ആരാ? ഫംഗസ് ആണ്. ദാറ്റ് ഫംഗസ് നെയ്മഡ് പെനിസീലിയം റോക്ക്ഫോർട്ടി. ആരാണ് അത് ചെയ്യുന്നത്? പെനിസീലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. നോക്കൂ, അപ്പോ സ്വിസ് ചീസ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാണി എന്ന് പറയുന്ന ബാക്ടീരിയയും, അതേപോലെ റോക്ക്ഫോർട്ട് ചീസ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് പെനിസീലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസുമാണ്. ഇവൻ ബാക്ടീരിയയും ഇവൻ ഫംഗസുമാണ്. ഓക്കെ മക്കളെ, ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗസ് ഹോൾഡ് പർപ്പസിലുള്ള മൈക്രോബ്സിന്റെ യൂസസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നോക്കി എന്താ? മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി എവിടെയൊക്കെയാണ് നമ്മൾ മൈക്രോബുകളെ ഉപയോഗിക്കുന്നത്? നോക്കടാ മക്കളെ, ഫെർമെന്റഡ് ബിവറേജസ്. ഇൻഡസ്ട്രീസിൽ ഒന്നാമതാണ് ബിവറേജസ് ഇൻഡസ്ട്രി. ഫെർമെന്റഡ് ആയിട്ടുള്ള ബിവറേജസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. നോക്കൂ, സക്കാരോമൈസസ് സെർവീസിയെ അവിടെയും വരുന്നുണ്ട്. ആരാ? സക്കാരോമൈസസ് സെർവീസിയെ. നേരത്തെ നമ്മൾ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് വിളിച്ച ആളുണ്ടല്ലോ, അവനെ ഇപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിവേഴ്സ് ഈസ്റ്റ്. സക്കാരോമൈസസ് സെർവീസീസ് otherwise called ബ്രിവേഴ്സ് ഈസ്റ്റ്. ബ്രിവറി എന്ന് കേട്ടിട്ടില്ലേ? ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയുടെ പേരാണ് ബ്രിവറീസ്. അപ്പൊ ബ്രിവേഴ്സ് ഉപയോഗിക്കുന്ന ഈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ സക്കാരോമൈസസ് സെർവീസിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബ്രിവേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബിവറേജസ്, alcoholic beverages by fermenting malted cereals and fruits juices to produce ethanol. മാൾട്ടഡ് ആയിട്ടുള്ള സീരിയൽസിനെയും, മാൾട്ടേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മാൾട്ടിംഗ് പ്രോസസ്, അതായത് നമ്മുടെ സീഡൊക്കെ ജസ്റ്റ് ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിന്റെ ആ ജെർമിനേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മാൾട്ടിംഗ്. അപ്പൊ മാൾട്ടഡ് ആയിട്ടുള്ള സീരിയൽസും അതേപോലെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എത്തനോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. വൈൻ, ബിയർ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ നടത്താത്ത ഡ്രിങ്കുകളാണ് വൈനും ബിയറും. എന്നാൽ ഡിസ്റ്റിലേഷൻ നടത്തി വേറെ ഒരുപാടധികം ബ്രാൻഡുകൾ നിർമ്മിക്കും. ഇപ്പൊ സീരിയൽസിൽ നിന്നോ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് ഈസ്റ്റ് ഇട്ട് വയ്ക്കുന്നു, ആൽക്കഹോൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ആൽക്കഹോൾ ഡിസ്റ്റിൽ ചെയ്ത് എടുത്തിട്ടാണ് സാധാരണ ബിവറേജസ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഡിസ്റ്റിൽ ചെയ്യാത്ത രണ്ട് ആൽക്കഹോളിക് ഡ്രിങ്കുകൾക്ക് എക്സാമ്പിൾ ആണ് വൈനും ബിയറും. വൈൻ ആൻഡ് ബിയർ ആർ നോൺ ഡിസ്റ്റിൽഡ് ആൽക്കഹോളിക് ബിവറേജസ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു നോൺ ഡിസ്റ്റിൽഡ് ആൽക്കഹോളിക് ബിവറേജ് ആണ് ടോഡി. ഓക്കെ, അപ്പോ അടുത്തത് ആന്റിബയോട്ടിക്സ്. നമുക്ക് ഈ പറയുന്ന മൈക്രോബുകളെ ഉപയോഗിച്ച് അടുത്ത ഒരു ഇൻഡസ്ട്രിയൽ യൂസ് ആണ്
ഫെർമെന്റഡ് ആയിട്ടുള്ള ബിവറേജസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതിനുപയോഗിക്കുന്ന ഈസ്റ്റിന്റെ പേര് സക്കാരോമൈസസ് സെർവീസിയെ. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അവനെ എന്തെന്നും അറിയപ്പെടുന്നു? ബ്രിവേഴ്സ് ഈസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്ത് നോക്കിയ ആന്റിബയോട്ടിക്സ്. പെൻസിലിൻ, ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആരാണ് മക്കളെ? പെനിസിലിൻ ആണ്. പെനിസിലിൻ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പെനിസിലിൻ അല്ലെ, പലതരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് പെനിസിലിൻ ആന്റിബയോട്ടിക് തരാറുണ്ട്. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് ആണ്. ആരാ കണ്ടുപിടിച്ചേ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. He observed that Staphylococci could not grow around a mold Penicillium notatum. Growing in unwashed culture plates, he has extracted penicillin from it. ഇത്രയുള്ളൂ മക്കളെ. അതായത് നമ്മുടെ ഈ ഒരു അലക്സാണ്ടർ ഫ്ലെമിംഗ് ചില പരീക്ഷണങ്ങൾ ചെയ്യുകയായിരുന്നു. ആരെ ഉപയോഗിച്ചാണെന്നറിയാവോ? സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉപയോഗിച്ച്. അപ്പൊ അദ്ദേഹം ഒരു കൾച്ചർ പ്ലേറ്റ് എടുത്തു. ദേ നോക്ക്, അദ്ദേഹം ഒരു കൾച്ചർ പ്ലേറ്റ് എടുത്തിട്ട് ഈ കൾച്ചർ പ്ലേറ്റിലാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ഏത് ബാക്ടീരിയ വളർത്തുകയാണ്? സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ വളർത്തുകയാണ്. ഇതിലെല്ലാം സ്റ്റഫൈലോകോക്കസ് ആണ്. അപ്പൊ ഇദ്ദേഹം ഈ ഒരു ഡിഷിനകത്ത് ഈ ഒരു സ്റ്റഫൈലോകോക്കസിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇതിനെ അൺവാഷ്ഡ് ആയിട്ട്, മീൻസ് ഇത് വാഷ് ചെയ്യാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതിനകത്താണെങ്കിൽ ഫംഗസ് വളർന്നു നിൽക്കുന്നു. നമുക്കറിയാം ഉറപ്പായിട്ടും എന്ത് വളരെ അൺവാഷ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സമയം പാത്രമൊക്കെ കഴുകാതെ വെച്ചിരുന്നതിന് അതിനകത്ത് പൂപ്പൽ വളരും അല്ലേ. അപ്പൊ അതേപോലെ ഈ സ്റ്റഫൈലോകോക്കസ് വളരുന്ന ഈ ഒരു ഡിഷിനകത്ത് ഒരുപാട് പൂപ്പൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. ഇങ്ങനെ കുറച്ച് പൂപ്പലുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. പക്ഷെ മക്കളെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് അതല്ല, ഈ പൂപ്പൽ വളർന്നു നിൽക്കുന്ന ഭാഗത്തെങ്ങും ആര് ജീവിക്കുന്നില്ല? നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ജീവിക്കുന്നില്ല. കണ്ടോ? സ്റ്റഫൈലോകോക്കസ് അവിടെ നിന്നല്ല അപ്രത്യക്ഷമായി പോയി. വൈ? എന്തുകൊണ്ട്? അപ്പൊ അതാണ് കണ്ട, ഹി ഒബ്സർവ്ഡ് ദാറ്റ് സ്റ്റഫൈലോകോക്കൈ കുഡ് നോട്ട് ഗ്രോ around the mold. ഏത് മോൾഡ്? പെനിസീലിയം നൊട്ടേറ്റം. ഈ ഫംഗസിന്റെ പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? പെനിസീലിയം നൊട്ടേറ്റം. പെനിസീലിയം നൊട്ടേറ്റം. പെനിസീലിയം നൊട്ടേറ്റം. ഈ പെനിസീലിയം നൊട്ടേറ്റത്തിൽ നിന്നാണ് നോക്ക്, ഗ്രോയിങ് ഇൻ അൺവാഷ്ഡ് കൾച്ചർ പ്ലേറ്റ് ഹി എക്സ്ട്രാക്റ്റഡ് പെനിസിലിൻ ഫ്രം ഇറ്റ്. ഈ പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് അദ്ദേഹം കണ്ടുപിടിച്ചത് ഏത് ഫംഗസിൽ നിന്നാണ്? പെനിസീലിയം നൊട്ടേറ്റത്തിൽ നിന്നാണ്. ദെൻ ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഹോവാർഡ് ഫ്ലോറി. അദ്ദേഹം പെനിസിലിൻ കണ്ടുപിടിച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ രണ്ട് സയന്റിസ്റ്റുകൾ ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഹോവാർഡ് ഫ്ലോറി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ ആസ് ആൻ എഫക്റ്റീവ് ആന്റിബയോട്ടിക്. ഇതിനെ മാർക്കറ്റിൽ മരുന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുത്തത് ആരൊക്കെയാ മക്കളെ? ഏണസ്റ്റ് ചെയിനും ഹോവാർഡ് ഫ്ലോറിയുമാണ്. അപ്പൊ ലോകത്തിൽ ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ്. എന്നാൽ അതിനെ ഒരു മരുന്നാക്കി മാറ്റിയത്, ഒരു മെഡിസിൻ ആക്കി അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്തത് ആരാണ്? ഏണസ്റ്റ് ചെയിനും ഹോവാർഡ് ഫ്ലോറിയുമാണ്. ഇതിനു വേണ്ടിയിട്ട് അവർക്ക് ഫ്ലെമിംഗ്, ചെയിൻ, ഫ്ലോറി മുതലായവർക്കെല്ലാം 1945 നൊബേൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അതിന് കാരണം വെറും ഒരു മെഡിസിൻ കണ്ടുപിടിച്ച് ഇവർക്ക് എന്തിനാണ് സാർ നൊബേൽ പ്രൈസ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. 1945 ഒരു വലിയ പ്രത്യേകതയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ അവസാനിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഈ മുറിവേറ്റ സൈനികർക്കൊക്കെ ചികിത്സ കൊടുക്കാൻ ഈ ആന്റിബയോട്ടിക് കൊണ്ട് കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. പണ്ട് കാലത്ത് ഈ മുറിവേൽക്കുക, ഒരു യുദ്ധത്തിലൊക്കെ മുറിവേൽക്കുന്ന ആളുകൾക്ക് മരണത്തിന് കീഴടങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു മാർഗം. കാരണം ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും, ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുവഴി ആൾ മരിച്ചു പോവുകയാണ്. സാധാരണ സൈനികരൊക്കെ മരിച്ചു പോവുകയാണ്, ഇൻഫെക്ഷൻ ബാധിച്ച് മരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ 1945 കൃത്യമായി ഈ ഒരു മരുന്ന് നിർമ്മിച്ചത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ മുറിവേറ്റ സൈനികർക്കെല്ലാം കൃത്യമായ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞു. കാരണം ഈ മുറിവേറ്റവർക്ക് ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ പിന്നെ ബാക്ടീരിയ എന്ത് ചെയ്യത്തില്ല? ഗ്രോ ചെയ്യത്തില്ല. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പടർന്ന് അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇതാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നൊബേൽ സമ്മാനത്തിന്റെ അർഹതയുണ്ട് എന്ന് നമ്മുടെ ലോകം മനസ്സിലാക്കിയത്. കാരണം ഇവരുടെ ഈ ഒരു കണ്ടുപിടുത്തമാണ് ഇത്രയും പേരെ രക്ഷിച്ചത്. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് ആന്റിബയോട്ടിക്കുകൾ. അപ്പൊ ആന്റിബയോട്ടിക് നമ്മളൊരു മൈക്രോബിൽ നിന്നല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്? ആണ്. അപ്പോ ഏത് മൈക്രോബിൽ നിന്നാണ് ലോകത്തിൽ ആദ്യത്തെ ആന്റിബയോട്ടിക് പ്രിപ്പയർ ചെയ്തത്? പെനിസീലിയം നൊട്ടേറ്റം. എന്താണ് ആന്റിബയോട്ടിക്കിന്റെ പേര്? പെൻസിലിൻ. ആരാണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തതും ഡിസ്കവർ ചെയ്തതും? അലക്സാണ്ടർ ഫ്ലെമിംഗ്. എന്നാൽ അതിനെ ഒരു മെഡിസിന്റെ രൂപത്തിൽ പുറത്തിറക്കിയത് ആരാണ് മക്കളെ? ഏണസ്റ്റ് ചെയിനും ഹോവാർഡ് ഫ്ലോറിയുമാണ്. ഏണസ്റ്റ് ചെയിനും ഹോവാർഡ് ഫ്ലോറിയുമാണ്. ഇനി നോക്കൂ മക്കളെ, കെമിക്കൽ എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അതായത് മൈക്രോബുകൾ നമുക്ക് തരുന്ന കെമിക്കലുകൾ, എൻസൈമുകൾ, മറ്റ് ബയോ ആക്റ്റീവ് മോളിക്യൂളുകൾ ഏതൊക്കെയാണ് നോക്ക്. ഓർഗാനിക് ആസിഡ്. ഒന്ന്
ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഒരു ഫംഗസ് നമുക്ക് തരുന്ന ഒരു ഓർഗാനിക് ആസിഡ് ആണ് സിട്രിക് ആസിഡ്. മക്കളെ ഇങ്ങനെ തന്നെ പഠിച്ചോണം. ഇത് നിരവധി പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങളിത് നിങ്ങളുടെ ഷോർട്ട് നോട്ട് എഴുതുന്ന ബുക്കിൽ നിങ്ങൾ ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. നോക്ക്, ആസ്പെർജില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക് ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. ആസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ് ഫംഗസ് ആണ്. ഇനി അസറ്റോബാക്ടർ അസറ്റി, പേരിൽ തന്നെ ഉണ്ട് ബാക്ടർ, ബാക്ടീരിയ. നോക്ക്, അസറ്റോബാക്ടർ അസറ്റി, അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഇനി ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം ബാക്ടീരിയ ആണ്. ഉണ്ടാക്കുന്ന ആസിഡിന്റെ പേര് ബ്യൂട്ടൈറിക് ആസിഡ്. കണ്ട, ബ്യൂട്ടിലിക്കം, ബ്യൂട്ടൈറിക് ആസിഡ്. ലാക്ടോബാസിലസ് എല്ലാവർക്കും അറിയാം, അത് ബാക്ടീരിയ ആണ്, ലാക്റ്റിക് ആസിഡ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറ മക്കളെ, ഓർഗാനിക് ആസിഡുകൾ, അതായത് ഏതൊക്കെ മൈക്രോബിന്ന് ഏതൊക്കെ ഓർഗാനിക് ആസിഡാണ് കിട്ടുന്നത്? ഒന്ന് അസ്പെർജില്ലസ് നൈഗർ, സിട്രിക് ആസിഡ് ആണ് തരുന്നത്. അസ്പെർജില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. ഇനി താഴോട്ട് പറയുന്നവരെല്ലാം ബാക്ടീരിയ. അസറ്റോബാക്ടർ അസറ്റി, ഏത് ആസിഡ്? അസറ്റിക് ആസിഡ്. ഇനി ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ഏത് ആസിഡ്? ബ്യൂട്ടൈറിക് ആസിഡ്. ഇനി അതുപോലെ ലാക്ടോബാസിലസ്, ഏത് ആസിഡ്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഇതൊരു ടേബിൾ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കാം. ആസ്പെർജില്ലസ് നൈഗർ മാത്രം ഫംഗസ്, ബാക്കിയുള്ളവരെല്ലാം ബാക്ടീരിയ. ഓക്കെ ആണേ. അപ്പൊ ഇതാണ് ഓർഗാനിക് ആസിഡുകൾ. ഇനി നോക്ക് എൻസൈംസ് ഉണ്ട്. ലിപ്പേസസ് യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻസ്. ഡിറ്റർജന്റുകളിലൊക്കെ ചേർക്കുന്ന ഒരു പ്രത്യേക എൻസൈമിന്റെ പേരാണ് ലിപ്പേസസ്. നമ്മൾ ഈ ഡിറ്റർജന്റുകളൊക്കെ തുണിയിൽ ഗ്രീസ് ഇളക്കി കളയാറുണ്ട്. നമ്മുടെ എണ്ണമെഴുക്ക് നമ്മുടെ തുണിയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് ഇളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണികളിൽ മെഷീനിലൊക്കെ നമ്മൾ ഡിറ്റർജന്റുകൾ ആഡ് ചെയ്യും. അപ്പൊ ഡിറ്റർജന്റുകളിൽ ഉപയോഗിക്കുന്ന ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം ഈസ് ഹെൽപ്സ് ടു റിമൂവ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ദ ലോണ്ടറി. കണ്ടോ, ലോണ്ടറി, തുണികളിൽ നിന്നും ഓയിലി സ്റ്റെയിനുകളെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിപ്പേസസിനെ നമുക്ക് ആരാ തരുന്നത്? മൈക്രോബുകളാണ് തരുന്നത്. ഇനി പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. പെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് പെക്റ്റിനേസസ്. അതേപോലെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് പ്രോട്ടിയേസസ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാരിഫൈ ബോട്ടിൽഡ് ജ്യൂസ്. ബോട്ടിൽഡ് ജ്യൂസുകളെ, കുപ്പിയിൽ അടയ്ക്കുന്ന ഈ ജ്യൂസുകളെയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ, അതായത് അതിനകത്ത് ഈ ഒരു നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കുപ്പിയിൽ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ അപ്പൊ ഈ പറയുന്ന ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഈ ജ്യൂസ് ഇതുപോലെ ഇരിക്കുമായിരിക്കും മക്കളെ? അല്ല. കാരണം എന്താ? അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് പിഴിയുന്ന സമയത്ത് അതിനകത്ത് ഒരു നാരുകളും ഒക്കെ ഇങ്ങനെ കിടക്കും അല്ലേ? എന്നാൽ നമുക്ക് ഇതിനെ ക്ലാരിഫൈ ചെയ്ത് ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ് കണക്ക് തന്നെ ആക്കാൻ പറ്റും. അതിനകത്ത് എന്ത് ചേർത്താൽ മതി? പെക്റ്റിനേസസും പ്രോട്ടിയേസസും ചേർത്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജ്യൂസ് അങ്ങനെയൊക്കെ പറയുന്ന ജ്യൂസും ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കത്തില്ലേ? അപ്പൊ അതിന് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയല്ലേ? ആ ഫ്രൂട്ടിന്റെ പൾപ്പ് മൊത്തം ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുകയല്ലേ? അപ്പൊ അതങ്ങനെ ക്ലാരിഫൈ ചെയ്തെടുക്കുന്നത് എന്ത് ആഡ് ചെയ്തിട്ടാണ്? പെക്റ്റിനേസസും പ്രോട്ടിയേസസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. ടു ക്ലാരിഫൈ ദ ബോട്ടിൽഡ് ജ്യൂസ് ചോദിക്കും, എക്സാമിന് ചോദിക്കും. ഇനി കുറച്ച് മെഡിസിനുകളുടെ പേര് വരികയാണ്. കണ്ടോ, ഇത് എൻസൈംസ്. ഇവിടുന്ന് കുറച്ച് മെഡിസിനുകൾ വരികയാണ്. ഒന്ന് സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് നമുക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മെഡിസിന്റെ പേരാണ് സ്ട്രെപ്റ്റോകൈനേസ്. നോക്കിയത് എന്തുവാ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. നമ്മുടെ രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ക്ലോട്ടുകൾ ഉണ്ടെങ്കിൽ ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുന്ന ഒരു പ്രത്യേക മെഡിസിനാണ് ഏതെന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകൈനേസ്. ആൻഡ് ടു റിമൂവ് ക്ലോട്ട് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യന്റ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഒക്കെയുള്ള പേഷ്യൻസിൽ അവരുടെ ബ്ലഡ് വെസലിൽ നിന്ന് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സ്ട്രെപ്റ്റോകൈനേസ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് എ ക്ലോട്ട് ബസ്റ്റർ എന്ന് വിളിക്കും. ക്ലോട്ടിനെ അലിയിപ്പിച്ച് കളയുന്നവൻ, ക്ലോട്ടുകളെ അലിയിപ്പിച്ച് കളയുന്നവൻ. ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ദെൻ അടുത്ത ഒരു മെഡിസിൻ വരികയാണ്, ദാറ്റ് ഈസ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ. അപ്പൊ സ്ട്രെപ്റ്റോകൈനേസ് ഒരു മെഡിസിൻ. അടുത്തത് സൈക്ലോസ്പോറിൻ എ. എന്താ മക്കളെ? പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം. കണ്ട, സൈക്ലോസ്പോറിനകത്തും ഒരു സ്പോറിൻ ഉണ്ട്, ഇവിടെ ട്രൈക്കോഡെർമ പോളിസ്പോറത്തിനകത്തും ഒരു സ്പോറിൻ ഉണ്ട്. കണ്ട, അപ്പൊ സൈക്ലോസ്പോറിൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം, എ ഫംഗസ്. ട്രൈക്കോഡെർമ നമ്മൾ പഠിച്ചിട്ടുള്ളതാ, ഡ്യൂട്രോമൈസീറ്റസിനകത്ത് ഒരു ഫംഗസിന്റെ പേരാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഇനി യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യന്റ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യന്റുകളിൽ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? സൈക്ലോസ്പോറിൻ എ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആരാ? ഒരു മെഡിസിനിൽ പറയുമ്പോൾ ഒന്നാമത്തെ ആരാ? സ്ട്രെപ്റ്റോകൈനേസ്.
പ്രൊഡ്യൂസ്ഡ് ബൈ എ ബാക്ടീരിയ നെയ്മഡ് സ്ട്രെപ്റ്റോകോക്കസ്. ആ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട്. ഏത് രോഗികൾക്കാണ് കൊടുക്കുന്നത്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉള്ള രോഗികൾക്ക് ക്ലോട്ടിനെ അലിയിപ്പിച്ച് കളയാനാണ് ഉപയോഗിക്കുന്നത്. ഇനി സൈക്ലോസ്പോറിൻ എ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ ഫംഗൈ നെയ്മഡ് ട്രൈക്കോഡെർമ പോളിസ്പോറം. എന്താ? ട്രൈക്കോഡെർമ പോളിസ്പോറം. എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട്. ഏത് രോഗികളിൽ? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. ഓക്കെ മക്കളെ, അടുത്തത് ഒരു മെഡിസിൻ ആണ് സ്റ്റാറ്റിൻസ് എന്ന് പറയും. സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൊണാസ്കസ് പർപ്യൂരിയസ്. സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത് ആരാ? അത് ഒരു ഈസ്റ്റ് ആണ്, ഒരു ഫംഗസ് ആണ്. ആരാ അത്? മൊണാസ്കസ് പർപ്യൂരിയസ്. മൊണാസ്കസ് പർപ്യൂരിയസ് then used as a blood cholesterol lowering agent. ഇപ്പൊ സ്റ്റാറ്റിൻസ് എന്താണ്? ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഏജന്റുകളാണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ഇറ്റ് ഇൻഹിബിറ്റ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ലിവറിനകത്ത് ഒരു എൻസൈം ആണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ലിവറിനകത്ത് ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? സ്റ്റാറ്റിൻസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ട് 4 മെഡിസിനുകൾ നോക്കൂ മക്കളെ. 3 മെഡിസിനുകൾ: സ്ട്രെപ്റ്റോകൈനേസ്, സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിൻ. പറഞ്ഞോളൂ, 3 ഉണ്ടാക്കുന്ന ആരൊക്കെയാ? സ്ട്രെപ്റ്റോകൈനേസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് എ ബാക്ടീരിയ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ or removing clot from the patients of myocardial infarction. Then cyclosporin A produced by Trichoderma polysporum and it is used as an immunosuppressive agent. Then the third is statins produced by Monascus purpureus, a yeast or fungus. ഒരു ഫംഗസ് ആണ്, ഈസ്റ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൊണാസ്കസ് പർപ്യൂരിയസ് എന്നാണ് അതിന്റെ പേര്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. രക്തത്തിലെ കൊളസ്ട്രോൾ ലോവർ ചെയ്യാനുള്ള ഒരു ഏജന്റ് ആണ് ആരെന്ന് പറയുന്നത്? സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത്. Then the next is മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്. സീവേജ് ട്രീറ്റ്മെന്റിൽ നമ്മൾ മൈക്രോബിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം നമുക്ക്. സീവേജ് ട്രീറ്റ്മെന്റിൽ മൈക്രോബുകളുടെ ഉപയോഗം. അപ്പൊ ആദ്യം മക്കളെ, എന്താണ് സീവേജ് വാട്ടർ? സീവേജ് വാട്ടർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്ക്. സീവേജ് വാട്ടർ അല്ലെങ്കിൽ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്. മനുഷ്യന്റെ ഉൾപ്പെടെ വിസർജ്യങ്ങൾ, മെഡിക്കൽ മാലിന്യങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഓർഗാനിക് വേസ്റ്റുകൾ ധാരാളം മൈക്രോ ഓർഗാനിസം, പാത്തോജൻ ഒക്കെ അടങ്ങിയ വാട്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് എന്ന് പറയുന്നത്. ഈ സീവേജിനെ സാധാരണ അത്ര ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സ്ട്രീമിലോട്ടോ അല്ലെങ്കിൽ റിവറിലോട്ടോ ഒക്കെ ഒഴുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം കോടാനുകൂടി ടൈപ്പിലുള്ള പാത്തോജനുകളും ഓർഗാനിക് വേസ്റ്റും ഒക്കെ അടങ്ങി ഈ വെള്ളമാണ് ഈ റിവറിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ആ റിവറിലെ വെള്ളം പിന്നീട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിർബന്ധമായി ഒരു ഡെവലപ്ഡ് സിറ്റിയെ സംബന്ധിച്ച് ഈ സീവേജ് എന്ത് ചെയ്യണം? കൃത്യമായി ട്രീറ്റ് ചെയ്യണം, ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് ചെയ്ത് രോഗമുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഓർഗാനിക് വേസ്റ്റുകളെ എല്ലാം അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ഇതൊരു ജലസ്രോതസ്സിലേക്ക് ഒഴുക്കി വിടാൻ. എന്താ നോക്കിക്കോ, സീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. പരീക്ഷയ്ക്ക് ചോദിക്കും STPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. എന്താ ഫുൾ ഫോം? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്. ദിസ് ഇൻക്ലൂഡ്സ് 2 സ്റ്റേജസ്. എന്നിട്ട് ഇതിന്റെ പൊല്യൂഷൻ കപ്പാസിറ്റി കുറയ്ക്കും, ലെസ് പൊല്യൂട്ടിങ് ആക്കും. അതിനുള്ള പാത്തോജൻ എല്ലാം നശിപ്പിച്ച് കളയും, ഓർഗാനിക് വേസ്റ്റുകളെ എല്ലാം മാക്സിമം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിലേക്ക് ഇതിനെ ഒഴുക്കി വിടും. ഇതാണ് എന്ത്? സീവേജ് ട്രീറ്റ്മെന്റ്. അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ എന്ത് വിളിക്കും? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെങ്കിൽ STPs എന്ന് വിളിക്കും. അപ്പൊ ഈ STPകളിൽ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നതിന് 2 സ്റ്റെപ്പുകളുണ്ട്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് പ്രൈമറി ട്രീറ്റ്മെന്റ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കാൾഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഏതൊക്കെയാ മക്കളെ? പ്രധാനമായിട്ട് 2 സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? 1 പ്രൈമറി ട്രീറ്റ്മെന്റും 2 സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. നോക്കാം നമുക്ക്. 1 പ്രൈമറി ട്രീറ്റ്മെന്റ്. ഇറ്റ് ഈസ് ദ ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് നമ്മൾ ആദ്യം ഒരു സീവേജ് വാട്ടർ കളക്ട് ചെയ്താൽ, എവിടെന്നെങ്കിലും കളക്ട് ചെയ്താൽ ആദ്യം അതിൽ നിന്ന് ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്, അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളെ ഫിസിക്കലി റിമൂവ് ചെയ്യണം. It include removal of the floating debris by sequential filtration. ഒന്ന് നമ്മൾ ചെയ്യുന്ന ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഡീബ്രസുകളെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യും? ഫിൽട്രേഷൻ വഴി, സൂപ്പർ ഫിൽറ്റേഴ്സ് വഴി കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും? അതിനെ ഫിൽട്ടർ ചെയ്യും. 2 റിമൂവൽ ഓഫ് ദ ഗ്രിറ്റ് ഓർ സോയിൽ ആൻഡ് പെബിൾസ് ബൈ സെഡിമെന്റേഷൻ. നമ്മളുടെ സെഡിമെന്റേഷൻ ടാങ്കിൽ നിറച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഇതിനെ സെഡിമെന്റ് ചെയ്യും.
സെഡിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? താഴെ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം താഴെ അടിഞ്ഞുകൂടും, വെള്ളം എല്ലാം മുകളിൽ കിടക്കും അല്ലേ. ദ സെറ്റിൽഡ് സോളിഡ് ഫ്രം ദ ഫോം ദ പ്രൈമറി സ്ലഡ്ജ് ആൻഡ് ദ സൂപ്പർനേറ്റന്റ് ഫോം ദ പ്രൈമറി എഫ്ലുവന്റ്. അത് നോക്കുക മക്കളെ. ആദ്യം ദാ സീവേജ് വാട്ടർ ദാ ഇവിടുന്ന് കടന്നു വരികയാണ്. കണ്ടോ, സീവേജ് വാട്ടർ ഇവിടുന്ന് കടന്നു വരുന്നു. ആദ്യം ഇതിനെ കടത്തി വിടുന്നത് ഏത് വഴിയാണ്? ഫിൽറ്ററുകൾ വഴിയാണ്, സൂപ്പർ ഫിൽറ്ററുകൾ വഴിയാണ്. ഫിൽട്രേഷൻ. അപ്പൊ അതിലൂടെ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഫിൽട്ടർ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതിനുശേഷം ഇതിനെ കൊണ്ടുപോകുന്നത് വലിയൊരു സെഡിമെന്റേഷൻ ടാങ്കിലേക്കാണ്. കണ്ടോ, ഒരു വലിയ സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സെഡിമെന്റേഷൻ ടാങ്കിൽ ഈ വെള്ളത്തിന്റെ ഒരു ഭാഗം, അതായത് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം താഴെ അടിഞ്ഞുകൂടും. ശരിയല്ലേ? മുകളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ കിടക്കും, മുകളിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വരും. അപ്പൊ അടിയിൽ അടിഞ്ഞുകൂടിയതിനെ നമ്മൾ എന്ത് വിളിക്കും? താഴെ അടിഞ്ഞുകൂടിയ സെഡിമെന്റ് ആണ്, താഴെ ഉണ്ടായ സെഡിമെന്റ് ആണ്. കണ്ട, ദ സെറ്റിൽഡ് സോളിഡ് ഫോം ദ പ്രൈമറി സ്ലഡ്ജ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ്. മുകളിൽ തെളിഞ്ഞു വന്ന വെള്ളത്തെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ തെളിഞ്ഞു വന്ന പാർട്ടിക്കിൾസ് എല്ലാം അടങ്ങിയ ഈ ഒരു വെള്ളത്തെ മുകളിൽ വന്ന വെള്ളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി എഫ്ലുവന്റ്. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? പ്രൈമറി സ്ലഡ്ജും കിട്ടി, പ്രൈമറി എഫ്ലുവന്റും കിട്ടി. ഇനി അടുത്ത സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഈ പ്രൈമറി എഫ്ലുവന്റിനെയാണ്. ദ പ്രൈമറി എഫ്ലുവന്റ് ഈസ് കളക്ടഡ് ഫോർ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഇതാ നോക്കിക്കോ, അടുത്ത സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. നോക്ക്, ദ പ്രൈമറി എഫ്ലുവന്റ് ഈസ് പാസ്ഡ് ഇൻടു എ ലാർജ് എയറേഷൻ ടാങ്ക് ആൻഡ് കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ്. നോക്ക്, ഈ പ്രൈമറി എഫ്ലുവന്റിനെ പിന്നീട് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഒരു വലിയ എയറേഷൻ ടാങ്കിൽ, വായു സഞ്ചാരമുള്ള ഒരു ടാങ്കിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ്. ഈ പ്രൈമറി എഫ്ലുവന്റിനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ആൻഡ് നൗ this allows vigorous growth of useful aerobic microbes into flocks, bacteria associated with fungal filaments to form a mesh-like structure. ഇതെന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ മുകളിൽ വിഗറസ് ആയിട്ട് ചില മൈക്രോബുകളെ വളരാൻ അനുവദിക്കും. കാരണം അത് വേസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ അതിൽ ഇഷ്ടം പോലെ മൈക്രോബുകൾ വളരും. അങ്ങനെ ബാക്ടീരിയകളും ഫംഗസിന്റെ ഫിലമെന്റുകളും കൂടെ ചേർന്ന് ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ദിസ് ഈസ് കാൾഡ് ഫ്ലോക്സ്. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. വാട്ട് ഈസ് ഫ്ലോക്ക്? എന്താ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ദ ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ് ടു ഫോം എ മെഷ് ലൈക്ക് സ്ട്രക്ചർ. ദിസ് ഈസ് നോൺ ആസ് ഫ്ലോക്ക്. അപ്പൊ ഈ വെള്ളത്തിന് മുകളിൽ ഒരു ഫ്ലോക്ക് ഫോം ചെയ്യും. ദെൻ these microbes consume the organic matter in the effluent. This reduces the BOD or biochemical oxygen demand of the effluent. ഇത് പതുക്കെ പതുക്കെ ഈ വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് തീർക്കും. ആരാ? ഈ മൈക്രോബുകൾ. ഇപ്പൊ ഇതിനകത്ത് എയറോബിക് കണ്ടീഷനിൽ വളരുന്ന മൈക്രോബുകൾ ഉണ്ടല്ലോ, ആ മൈക്രോബുകൾ ആരെ കൺസ്യൂം ചെയ്ത് തീർക്കും? ഈ പറയുന്ന വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് തീർക്കും. അങ്ങനെ വെള്ളത്തിന്റെ BOD കുറയ്ക്കും. എന്താ BOD എന്ന് പറഞ്ഞാൽ? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് BODയുടെ ഫുൾ ഫോം. അപ്പൊ എന്താണ് BOD എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ദാണ്ടെ BOD. വാട്ട് ഈസ് ദ BOD? നമ്മളൊന്ന് ഒരു ബോക്സിനകത്താക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് BOD എന്നുള്ളത്. BOD ഈസ് ദ amount of oxygen consumed by bacteria to oxidize all organic matter in 1 liter of water. 1 ലിറ്റർ വെള്ളത്തിനകത്തുള്ള കംപ്ലീറ്റ് ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ടീരിയയ്ക്ക് ആവശ്യമായി വരുന്ന ഓക്സിജന്റെ അളവിനെ പറയുന്ന പേരാണ് BOD. ഇപ്പൊ BOD എന്താ? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതെന്തോ മക്കളെ? 1 ലിറ്റർ വെള്ളം, മലിനജലം നിങ്ങൾ എടുക്കുന്നു. ആ ജലത്തിലെ ഓർഗാനിക് മെറ്റീരിയലിനെ പൂർണ്ണമായി ഡൈജസ്റ്റ് ആക്കാൻ, ആ 1 ലിറ്റർ വെള്ളത്തിനകത്തുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ആക്കാൻ ഒരു ബാക്ടീരിയക്ക് എത്ര ഓക്സിജൻ വേണം എന്ന് പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ടു ഓക്സിഡൈസ് ഓൾ ഓർഗാനിക് മാറ്റർ ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. It is a measure of organic matter present in the water. The greater the BOD, more it is in its polluting potential. അതായത് ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ ഇതിനകത്തൊരു 5 ഗ്രാം ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. ഓർഗാനിക് മാറ്റർ എത്ര ഉണ്ട്? 5 ഗ്രാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ BOD കാണും. ഈ വെള്ളത്തിന് ഒരു പർട്ടിക്കുലർ BOD. അതായത് ഈ 5 ഗ്രാം ഓർഗാനിക് മാറ്ററിനെ പൂർണ്ണമായി ഡൈജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ബാക്ടീരിയക്ക് ഒരു 1 ലിറ്റർ ഓക്സിജൻ വേണമെന്നിരിക്കട്ടെ. 1 ലിറ്റർ ഓക്സിജൻ. എന്നാൽ ഇതേ സമയം ഞാൻ മറ്റൊരു വെസലിനകത്ത് 1 ലിറ്റർ വെള്ളം എടുക്കുന്നു, അതിനകത്ത് ഒരു 15 ഗ്രാം ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ എന്തായാലും ഓക്സിജന്റെ അളവും കൂടുതൽ വേണ്ടേ?
ബാക്ടീരിയക്ക് വീണ്ടും ഓക്സിജൻ കൂടുതൽ വേണ്ടേ? ഇത് ചിലപ്പോൾ ഒരു 3 ലിറ്റർ ഓക്സിജൻ ആയിരിക്കും ഇതിന് വേണ്ടത്. അപ്പൊ ഇതിൽ ഏത് വെള്ളമാണ് കൂടുതൽ പൊല്യൂട്ടഡ്? BOD കൂടിയ വെള്ളമാണോ കുറഞ്ഞ വെള്ളമാണോ? BOD കൂടിയ വെള്ളത്തിനകത്താണ് ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉള്ളത്. അപ്പൊ അതാണ് കൂടുതൽ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. മീൻസ് മലിനജലം, കൂടുതൽ മലിനജലം ഇതാണ്. 15 ഗ്രാം ഓർഗാനിക് മാറ്റർ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് 3 ലിറ്റർ ഓക്സിജനെ കൺസ്യൂം ചെയ്ത്. എന്നാൽ ഇവിടെ 1 ലിറ്റർ ഓക്സിജനെ കൺസ്യൂം ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് 5 ഗ്രാമേ അടങ്ങിയിട്ടുള്ളൂ ഓർഗാനിക് മാറ്റർ. അപ്പോൾ അത് വലിയ പ്രശ്നക്കാരനല്ല. ഇതിനെ അപേക്ഷിച്ച് ഈ വെള്ളം കുറച്ചുകൂടെ ശുദ്ധമാണ്. അപ്പോൾ BOD നോക്കി ഒരു വെള്ളത്തിനകത്ത്, ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഓഫ് വാട്ടറിനകത്ത് എത്രമാത്രം ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോബുകൾ ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യുകയും വെള്ളത്തിലെ ഓർഗാനിക് മാറ്ററിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. വെള്ളത്തിലെ ഓർഗാനിക് മാറ്ററിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? BOD കുറയും. BOD 0 ആവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ആ വെള്ളത്തിൽ ഓർഗാനിക് മാറ്ററേ ഇല്ലെന്നാണ്. അങ്ങനെ ഏകദേശം 0 ആകുന്നത് വരെ നമ്മൾ ഈ എയറേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യും. എയ്റോബിക് ബാക്ടീരിയകളെ ഇതിനകത്ത് വളർത്തിക്കൊണ്ടേയിരിക്കും. Then our next step, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണം. The effluent is then passed into settling tank where the bacterial flocks are sediment. This sediment is called activated sludge. പിന്നീട് നമ്മൾ ഈ എയറേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ വെള്ളത്തെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ നിറയ്ക്കുമ്പോൾ ഇപ്പൊ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ഒരു മെഷ് ഫോം ചെയ്തായിരുന്നല്ലോ, ഫ്ലോക്ക്. ആ ഫ്ലോക്ക് എല്ലാം താഴെ പോയി അടിഞ്ഞുകൂടും. The effluent is then passed into a settling tank where the bacterial flocks are sediment. ബാക്ടീരിയയുടെ ഫ്ലോക്കുകൾ എന്ത് ചെയ്യും? താഴെ പോയി സെഡിമെന്റ് ചെയ്യും. This sediment is called activated sludge. ഈ സെഡിമെന്റിനെ പറയുന്ന പേരാണ് മക്കളെ activated sludge. Then a small part of the activated sludge is pumped back into the aeration tank to serve as inoculum. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാലിനെ പുളിപ്പിച്ച് തൈരാക്കണമെങ്കിൽ ആദ്യം പാലിലേക്ക് ഒരു ഇത്തിരി തൈര് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ഇവിടെ വീണ്ടും നമ്മൾ ഈ പറയുന്ന എയറേഷൻ ടാങ്കിലേക്ക് പിന്നെയും കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ പമ്പ് ബാക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് ഇഷ്ടം പോലെ ബാക്ടീരിയയും ഫംഗസും ഇല്ലേ, അത് മറ്റേതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഗ്രോത്ത് നടക്കും. അപ്പോൾ ഒരു ഇനോക്കുലമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനോക്കുലം എന്നുവെച്ചാൽ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും കൂടി ഒരു ബ്രോത്ത് ആണ്, അത് വളർന്നു കിടക്കുന്ന ഒരു സാധനമാണ്. അതിനെ എടുത്തിട്ട് നേരെ എവിടെ ആഡ് ചെയ്ത് കൊടുത്തില്ല, തൈര് എടുത്തിട്ട് പാലിനകത്ത് ഒഴിക്കുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എടുത്തിട്ട് ഇനി വരാൻ പോകുന്ന സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന എഫ്ലുവന്റിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് വളർന്നോളൂ. എയറേഷൻ ടാങ്കിൽ വളരെ പെട്ടെന്ന് ബാക്ടീരിയയും ഫംഗസും കൂടെ വളർന്ന് വീണ്ടും ഫ്ലോക്ക് ഫോം ചെയ്തോളൂ. ഓക്കെ മക്കളെ, അപ്പൊ ഓർഗാനിക് മാറ്ററിന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ എ സ്മാൾ പാർട്ട് ഓഫ് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് പമ്പ്ഡ് ബാക്ക് ഇൻടു ദ എയറേഷൻ ടാങ്ക് ടു സെർവ് ആസ് ഇനോക്കുലം. Then the remaining sludge is pumped into larger tank called anaerobic sludge digesters. ഇനി ബാക്കി വരുന്ന സ്ലഡ്ജ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് pumped into a large tank that is called anaerobic sludge digesters. ആ ടാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് anaerobic sludge digesters. Here some anaerobic bacteria digest the bacteria and fungi in the sludge by producing gases like methane, hydrogen sulfide, carbon dioxide. ഇത് എന്ത് ചെയ്യും മക്കളെ? ഈ പറയുന്ന അനേറോബിക് ബാക്ടീരിയകൾ, അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിനകത്തുള്ള അനേറോബിക് ബാക്ടീരിയകൾ ആരെ ഡൈജസ്റ്റ് ചെയ്യും? ബാക്ടീരിയകളെയും ഫംഗസിനെയും. ഏതിനകത്തുള്ള ബാക്ടീരിയയും ഫംഗസിനെയും? ആക്ടിവേറ്റഡ് സ്ലഡ്ജിനകത്തുള്ള ബാക്ടീരിയയും ഫംഗസിനെയും ഡൈജസ്റ്റ് ചെയ്യുകയും ആൻഡ് പ്രൊഡ്യൂസസ് ഗ്യാസസ് ലൈക്ക് മീതെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഏതൊക്കെ ഗ്യാസസിനെ പ്രൊഡ്യൂസ് ചെയ്യും? മീതെയിനെയും ഹൈഡ്രജൻ സൾഫൈഡിനെയും കാർബൺ ഡയോക്സൈഡിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. Then these gases form the biogas. ഇതിൽ നമുക്ക് എന്തോ എടുക്കാം? ബയോഗ്യാസ്. അപ്പൊ രണ്ട് പ്രയോജനമായി. ഒന്ന്, വാട്ടറിന്റെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കുറയ്ക്കാനും പറ്റി, അതിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാനും പറ്റി. The effluent is released into natural water bodies like river, streams, etc. ഇപ്പൊ നമുക്ക് ഈ ശുദ്ധീകരിച്ച് കിട്ടിയ വെള്ളത്തെ നിങ്ങൾക്ക് എങ്ങോട്ട് ഒഴുക്കി വിടാം? ഒരു പ്രശ്നവുമില്ലാതെ നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കി വിടാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു പറഞ്ഞു. സീവേജ് വാട്ടറിനെ ആദ്യം കളക്ട് ചെയ്യുന്നു, ആദ്യം അതിനെ ഫിൽട്രേഷൻ ചെയ്യുന്നു, പിന്നെ അതിനെ സെഡിമെന്റ് ചെയ്യുന്നു. സെഡിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ഒരു സൂപ്പർനേറ്റന്റും കിട്ടും, ഒരു സെഡിമെന്റും കിട്ടും. സൂപ്പർനേറ്റന്റിനെ നമ്മൾ പ്രൈമറി എഫ്ലുവന്റ് എന്ന് വിളിക്കും, താഴെ അടിഞ്ഞുകൂടുന്നതിനെ നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് വിളിക്കും. പ്രൈമറി സ്ലഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി ആ പ്രൈമറി എഫ്ലുവന്റിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നു. ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ? എയറേഷൻ ടാങ്കുകളിൽ വെച്ചാൽ. എയറേഷൻ ടാങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ബാക്ടീരിയയും ഫംഗസും കൂടെ ചേർന്ന് ഒരു മെഷ് ഫോം ചെയ്യും ഇതിന്റെ മുകളിൽ. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ബാക്ടീരിയൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ഫ്ലോക്കുകൾ എന്ന് വിളിക്കും. അപ്പൊ ഈ ഫ്ലോക്കുകൾ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ BOD കുറയ്ക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് ഓർഗാനിക് മാറ്ററിനെ ഡൈജസ്റ്റ് ചെയ്ത് തീർക്കും. അപ്പൊ വെള്ളത്തിന്റെ BOD കുറയും. അപ്പൊ BOD അപ്രോക്സിമേറ്റ്ലി 0 ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതിനെ സെറ്റിൽ ചെയ്യും.
സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടിയിൽ ഈ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും സ്ലഡ്ജ് എല്ലാം കൂടെ അടിഞ്ഞുകൂടും, അഥവാ ഫ്ലോക്ക് എല്ലാം കൂടെ അടിഞ്ഞുകൂടും, മുകളിൽ ഒരു എഫ്ലുവന്റ് കിടക്കും. അതിനെ നമ്മൾ സെക്കൻഡറി എഫ്ലുവന്റ് എന്ന് വിളിക്കും. താഴെ അടിഞ്ഞുകൂടിയതിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ, അതിനകത്ത് ആരൊക്കെയാ ഉള്ളത്? ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും മെഷ് അല്ലയോ? അപ്പൊ ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് വീണ്ടും എയറേഷൻ ടാങ്കിലേക്ക് ആഡ് ചെയ്യും, ഇനി വരാൻ പോകുന്ന എഫ്ലുവന്റിന് വേണ്ടിയിട്ട്, അതായത് അതിനകത്ത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി വരുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ എടുത്തുകൊണ്ട് പോയി നമ്മൾ എന്ത് ചെയ്യൂടെ? ആ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിനകത്ത് ഇട്ടിട്ട് അനേറോബിക് ബാക്ടീരിയകളെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്തൊക്കെ കിട്ടും നമുക്ക്? മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബയോഗ്യാസ് എന്ന് വിളിക്കും. അപ്പോ ഈ പറയുന്ന എഫ്ലുവന്റിൽ നിന്ന് നമുക്ക് ബയോഗ്യാസും കിട്ടി. സീവേജ് വാട്ടറിൽ നിന്ന് ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ബയോഗ്യാസും കിട്ടി. കണ്ടോ മക്കളെ? ഇത്രയുമാണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ വിവിധ സ്റ്റെപ്പുകൾ. അപ്പൊ ആദ്യം നമ്മൾ വാട്ടറിനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് എയറോബിക് ബാക്ടീരിയകളെ കൊണ്ടും പിന്നീട് അനേറോബിക് ബാക്ടീരിയകളെ കൊണ്ടുമാണ്. ആദ്യം എയറോബിക് ഡൈജഷൻ, പിന്നീട് അനേറോബിക് ഡൈജഷൻ. ഓക്കെ മക്കളെ? ഓക്കെ. ഇനി the Ministry of Environment and Forest initiated Ganga Action Plan and Yamuna Action Plan to save the water pollution. സേവ് ഇറ്റ് ഫ്രം ദ വാട്ടർ പൊല്യൂഷൻ. അതായത് നമ്മുടെ ഗംഗ, യമുന മുതലായ നദികളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെടുന്ന നദികളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും. അതായത് ഗംഗയിലേക്കും യമുനയിലേക്കും എന്ത് നിക്ഷേപിക്കരുത്? ഈ പറയുന്ന സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കി വിടരുത്. അപ്പോൾ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഒരുപാട്, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഗംഗയുടെയും യമുനയുടെയും തീരത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ? Then the next is microbes in the production of biogas. നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടി മൈക്രോബുകളെ എങ്ങനെ ഉപയോഗിക്കും? ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ നിന്ന് എങ്ങനെയാണ് മൈക്രോബുകൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ വീടുകളിൽ ബയോഗ്യാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോബുകളെ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. അപ്പൊ നോക്കുമ്പോൾ എന്താണ് ബയോഗ്യാസ്? ബയോഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, മെയിൻലി CH4 or മീഥെയിൻ. അപ്പൊ നോക്ക്, ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ കൂടെ അടങ്ങിയ ഒരു മിക്സ്ചർ ആണ്. മെയിൻലി അതിനകത്ത് എന്താണ്? മീഥെയിൻ ആണ് അടങ്ങിയിരിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൈക്രോബിയൽ ആക്ടിവിറ്റി. ഈ ബയോഗ്യാസ് എന്തുകൊണ്ടാണ് ഇതിനെ ബയോഗ്യാസ് എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോബിയൽ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എല്ലാ വണ്ടികളും CNG-യിലേക്കൊക്കെ മാറുന്നില്ല, മീഥെയിൻ ആണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം CNG ആണ്. സോറി, CNG-യിലൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാണ്? മീഥെയിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മീഥെയിൻ ആണ് ഇവിടുത്തെ മെയിൻ ഗ്യാസ് ബയോഗ്യാസിൽ. ദെൻ മെത്തനോജൻസ് ഗ്രോ ഇൻ അനേറോബിക്കലി ഓൺ സെല്ലുലോസിക് മെറ്റീരിയൽ ആൻഡ് പ്രൊഡ്യൂസ് മീഥെയിൻ. അപ്പൊ ഏത് തരം മൈക്രോബാണ് മീഥെയിൻ ഉണ്ടാക്കുന്നത്? ആരാ മക്കളെ? മെത്തനോജൻസ്. ഇത് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാ. മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ എന്ന അർത്ഥത്തിലാണ് ഇതിന് നമ്മൾ എന്ത് പേര് കൊടുത്തത്? മെത്തനോജൻസ്. എക്സാമ്പിൾ മെത്തനോബാക്ടീരിയം. ഒരു ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ പേര് എഴുതാൻ പറഞ്ഞാൽ, ദാറ്റ് ഈസ് മെത്തനോബാക്ടീരിയം. മെത്തനോബാക്ടീരിയം ഈസ് ഫൗണ്ട് ഇൻ ദ അനേറോബിക് സ്ലഡ്ജ് ആൻഡ് റൂമൻ ഓഫ് കാറ്റിൽ. എവിടെയൊക്കെയാണ് നമുക്ക് മെത്തനോബാക്ടീരിയത്തെ കാണാൻ കഴിയുക? ഒന്ന് അനേറോബിക് സ്ലഡ്ജിൽ. നമ്മൾ നേരത്തെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിച്ചില്ലേ, അവൻ തന്നെയാണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനേറോബിക് സ്ലഡ്ജ് കിട്ടും. ആ അനേറോബിക് സ്ലഡ്ജിൽ നമുക്ക് കാണാം. അതുപോലെ റൂമൻ ഓഫ് കാറ്റിൽ, ഇവിടെ റൂമിനന്റ് അനിമലുകളുടെ ഗട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ സെല്ലുലോസ് ഡൈജഷൻ. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സെല്ലുലോസിന്റെ ഡൈജഷൻ ആണ്. ദെൻ ദ കാറ്റിൽ ഡങ്ക് ഓർ ഗോബർ. കാറ്റിൽ ഡങ്ക്, ചാണകത്തിനകത്ത് ഈസ് റിച്ച് ഇൻ ദിസ് ബാക്ടീരിയ. ഈ ബാക്ടീരിയ കൂടുതൽ ഉണ്ടാകും. ഡങ്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ബയോഗ്യാസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡങ്ക് ഉപയോഗിച്ച്, പശുവിൻ്റെയും കന്നുകാലികളുടെയൊക്കെ ചാണകം ഉപയോഗിച്ച് നമ്മൾ ബയോഗ്യാസ് നിർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് അതിനെ ഗോബർ ഗ്യാസ് എന്നും കൂടെ വിളിക്കുന്നത്, ഗോബർ ഗ്യാസ്. ഓക്കെ. അപ്പോ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു മെത്തനോജന്റെ പേര് എഴുതാൻ ചോദിക്കും. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തനോജന്റെ പേരാണ് മെത്തനോബാക്ടീരിയം. മെത്തനോബാക്ടീരിയം. ഇനി അതുപോലെ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ എന്തൊക്കെയുണ്ട്? എ ബയോഗ്യാസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് എ കോൺക്രീറ്റ് ടാങ്ക് വിത്ത് 10 to 50 feet ഡീപ്പ്. നമുക്ക് മക്കളെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാവും. ഇതിന്റെ നീളം ഏകദേശം 10 മുതൽ 15 മീറ്റർ വരെ ഉണ്ടാവും. 10 മുതൽ 15 ഫീറ്റ് ഉള്ള ഒരു ടാങ്ക് ഉണ്ടാവും. ടു കളക്ട് ദ ബയോ വേസ്റ്റസ് ആൻഡ് സ്ലറി ഓഫ് ഡങ്ക്. നോക്ക്, ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇതിനകത്താണ് നമ്മൾ ബയോ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കുകയും അതുപോലെ ഡങ്കിന്റെ ഒക്കെ സ്ലറി ഒക്കെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, എ ഫ്ലോട്ടിംഗ് കവർ
is placed over the slurry which keeps on rising the biogas is produced. നോക്ക് ഇവിടുന്ന് ഇതിന്റെ മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് കവർ കാണും. ദിസ് ഇസ് ദ ഫ്ലോട്ടിംഗ് കവർ, കണ്ടോ? ദിസ് ഇസ് ദ ഫ്ലോട്ടിംഗ് കവർ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ബയോഗ്യാസിനെ കളക്ട് ചെയ്ത് വയ്ക്കാനാണ് ഈ ഫ്ലോട്ടിംഗ് കവർ ഇതിനകത്തുള്ളത്. ഓക്കെ, ഇതിനകത്താണ് ബയോഗ്യാസ് കളക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ അടുത്തത് ദെൻ an outlet which is connected to a pipe supply of biogas. ഓക്കെ, ഇനി ഇതാണ്ട് ഈ പറയുന്ന ഫ്ലോട്ടിംഗ് കവറുമായിട്ടൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. ഇത് ഔട്ട്ലെറ്റ് പൈപ്പാണ്, ഗ്യാസിന് പുറത്തു പോകാനുള്ള ഒരു ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഓക്കെ, ദെൻ അടുത്തത് an outlet which is connected to a pipe to supply biogas, then an outlet to remove spent slurry used as fertilizer. ഇനി ഇവിടെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ലറി ഇതാണ്ട് ഇവിടെ കളക്ട് ചെയ്യപ്പെടും, സ്ലഡ്ജ്. ഇത് നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ബയോ കമ്പോണന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡൈജസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞ് ബാക്കി വരുന്നതായി ഇവിടെ ഒന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് ഈ സ്ലഡ്ജിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവഴി നമ്മൾ ഇൻലെറ്റ് ആണ്, ഇത് ഔട്ട്ലെറ്റ് ആണ്. പിന്നെ ഒരു പൈപ്പിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഗ്യാസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അത് ഇങ്ങോട്ടാണ്. ഇത് കോൺക്രീറ്റ് ടാങ്ക് ആണ്, ഇത് ഫ്ലോട്ടിംഗ് കവറാണ്. ഇത് ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇത് ഫ്ലോട്ടിംഗ് കവർ, ഇതിനകത്താണ് ഗ്യാസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ് ഹോൾഡർ എന്ന് ഇതിനെ വിളിക്കും, കണ്ട, ഗ്യാസ് ഹോൾഡർ. ഇനി നമ്മൾ ഇത് ഇൻലെറ്റ് ആണ്, ഇതിനകത്തേക്ക് ഡങ്കും വാട്ടറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻലെറ്റ് ആണ്, ഇൻലെറ്റ്. ഇനി ഇതിനകത്ത് ഡൈജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതിന്റെ ബാക്കി വരുന്ന സ്ലഡ്ജ് അഥവാ ഫെർട്ടിലൈസർ കളക്ട് ചെയ്യപ്പെടുന്ന ഭാഗമാണ് ഇത് മറ്റൊരു ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ മക്കളെ, ഇവിടെ പൈപ്പ് വെളിയിലേക്ക് പോകുന്ന ഔട്ട്ലെറ്റ് ആണ്, ഗ്യാസ് വെളിയിലോട്ട് പോകുന്ന ഔട്ട്ലെറ്റ് ആണ് ഇത്, ഔട്ട്ലെറ്റ് ഓഫ് ഗ്യാസ്, ഔട്ട്ലെറ്റ് ഓഫ് സ്ലഡ്ജ്, ഇത് സ്ലഡ്ജിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ മക്കളെ, ഇത്രയും പാർട്സ് ആണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിന് ഉള്ളത്. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മുടെ നാട്ടിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇത്രയധികം പോപ്പുലറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലും വീട്ടിലും ഒക്കെ ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു കൊടുത്തത് ആരാണ്? ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI. ഓർത്തോണം, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI, ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC. രണ്ടിന്റെയും ഫുൾ ഫോം ചോദിക്കാം. IARIയുടെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ ഷോർട്ട് ഫോം ആണ് KVIC. ഡെവലപ്ഡ് ദ ടെക്നോളജി ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഈ രണ്ട് ഏജൻസികളാണ് ബയോഗ്യാസ് പ്രൊഡക്ഷന്റെ ആ ഒരു ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. വീട്ടിലേക്കുള്ള ഫ്യൂവലൊക്കെ നമുക്ക് കിട്ടും, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഫ്യൂലുമാണ്. LPG വെച്ച് നോക്കുമ്പോൾ LPGക്കകത്ത് ഒക്ടെയിൻ ആണ് നമ്മൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ 100 ടൈംസ് സേഫ് ആയിട്ടുള്ള ഇന്ധനമാണ് ഏതെന്ന് പറയുന്നത് മീഥെയിൻ എന്ന് പറയുന്നത്. കാരണം മീഥെയിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഈ മീഥെയിൻ എപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നേ നിൽക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ LPG ഒക്കെ ചോർന്ന് കഴിഞ്ഞാൽ താഴെ നിൽക്കും, അതുകൊണ്ടാണ് നമ്മൾ കത്തുമ്പോൾ അത് കത്തിപ്പിടിക്കുന്നത്. പക്ഷേ മീഥെയിൻ അങ്ങനെ എന്തെങ്കിലും ലീക്കേജോ ഗ്യാസ് ലീക്കേജ് ഒക്കെ ഉണ്ടായാൽ വളരെ മുകളിലോട്ട് അങ്ങ് പോകും, ഡെൻസിറ്റി കുറവായതുകൊണ്ട്. അതുകൊണ്ട് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ധനമാണ് മീഥെയിൻ. ബയോഗ്യാസ് പ്ലാന്റിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റും, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. ദെൻ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജന്റ്സ്. ബയോ കൺട്രോൾ ഏജന്റുകളായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബുകൾ നോക്കിയോളെ. എന്താ ഈ ബയോ കൺട്രോൾ ഏജന്റ് എന്ന് പറഞ്ഞാൽ? പെസ്റ്റുകളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ജീവിയെ ഉപയോഗിക്കുന്നു. പറഞ്ഞപ്പോൾ അത് പെസ്റ്റുകളുടെ ശത്രുക്കളായിരിക്കും, ശത്രു കീടങ്ങൾ എന്ന് പറയും, കീടങ്ങളുടെ ശത്രുക്കൾ. ഇതാണ് ബയോ കൺട്രോൾ ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള ചിലത് മൈക്രോബുകളുണ്ട്, നോക്കാം. ബയോകൺട്രോൾ ഈസ് ദ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ്. പ്ലാന്റുകളെ ബാധിക്കുന്ന ഡിസീസുകളെയും പെസ്റ്റുകളെയും മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബയോളജിക്കൽ മെത്തേഡുകളാണ് ഏത്? ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലേഡി ബേർഡ് ബീറ്റിൽ കൺട്രോൾ എഫിഡ്സ്. ലേഡി ബേർഡ് വണ്ടുകൾ ആരെ പ്രതിരോധിക്കാൻ സഹായിക്കും? എഫിഡ്സ് എന്ന് പറയുന്ന പെസ്റ്റുകളെ പ്രതിരോധിക്കാൻ സഹായിക്കും. അതുപോലെ ഡ്രാഗൺ ഫ്ലൈസ് കൺട്രോൾ മൊസ്കിറ്റോ. കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാൻ ആര് സഹായിക്കും? ഡ്രാഗൺ ഫ്ലൈ. അപ്പൊ ഇത് ബയോ കൺട്രോളിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മുടെ വയലിൽ ഈ പറയുന്ന എഫിഡ്സിന്റെ ശല്യം ഉണ്ടെങ്കിൽ ആരെ ഉപയോഗിക്കാം? നമുക്ക് ലേഡി ബേർഡിനെ ഉപയോഗിക്കാം. ഇനി മൊസ്കിറ്റോയുടെ ശല്യമുണ്ട് എങ്കിൽ നമുക്ക് ഡ്രാഗൺ ഫ്ലൈസിനെ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ജീവികളാണ്. പക്ഷെ മൈക്രോബുകൾ എങ്ങനെയാണ് ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത്? ബയോ കൺട്രോളിന് വേണ്ടി അഥവാ ഒരു പെസ്റ്റിന്റെ എണ്ണം കുറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോബുകൾ നോക്കൂ മക്കളെ. ഇതാ ഒന്ന് മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻസ്. ഒന്ന് ബാസിലസ് തുറിഞ്ചെൻസിസ് അഥവാ BT,
Trichoderma species, a fungus, and baculovirus, especially the genus of nucleopolyhedrovirus. നമുക്ക് 3 ബയോ കൺട്രോൾ ഏജന്റുകളായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബുകൾ ഏതൊക്കെയാണ് മക്കളെ? ബാസിലസ് തുറിഞ്ചൻസിസ്. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളോട് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ബോഡിയിലുള്ള ക്രൈജീൻ എന്ന് പറയുന്ന ജീൻ ഐസൊലേറ്റ് ചെയ്യുകയും അതിന് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പ്ലാന്റുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കോട്ടൺ, കോൺ പോലുള്ള പ്ലാന്റുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ്. അപ്പോൾ നമുക്ക് അവിടെ എന്തിനെ ഉപയോഗിക്കാം? ബാസിലസ് തുറിഞ്ചൻസിസിനെ നമുക്കൊരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ട്രൈക്കോഡെർമ സ്പീഷീസ്, എ ഫംഗസ് ആണ്. ട്രൈക്കോഡെർമയുടെ എന്ന് പറയുന്ന ഫംഗസിന്റെ സ്പീഷീസുകൾ നോക്ക്. ദീസ് ആർ ഫ്രീ ലിവിങ്സ് പ്രസന്റ് ഇൻ ദ റൂട്ട് ഇക്കോസിസ്റ്റം. ഒരു പ്ലാന്റിന്റെ റൂട്ട് ഇക്കോസിസ്റ്റത്തിൽ താമസിക്കുന്ന, റൂട്ടിന്റെ ഭാഗത്ത് താമസിക്കുന്ന ഒരു തരം പ്രത്യേക ഫംഗസ് ആണ് ട്രൈക്കോഡെർമ. ആൻഡ് ദേ കൺട്രോൾ സെവറൽ പ്ലാന്റ് പാത്തോജൻ. സോയിൽ ബോൺ ആയിട്ടുള്ള ചില പ്ലാന്റ് പാത്തോജനുകളെ കൺട്രോൾ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ട്രൈക്കോഡെർമ സ്പീഷീസിനെ കൊണ്ട് പറ്റും. ദെൻ ബാക്കുലോ വൈറസസ്, എക്സ്പെഷ്യലി ദ ജീനസ് ന്യൂക്ലിയോപോളിഹെഡ്രോവൈറസ് ദാറ്റ് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ്സ്. പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്റ്റുകളെയും മറ്റ് ആർത്രോപോഡുകളെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് അല്ലെങ്കിൽ ബാക്കുലോ വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണത്. ബാക്കുലോ വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അപ്പോൾ ബയോ കൺട്രോൾ ഏജന്റുകളായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും മൈക്രോബുകളുടെ പേര് ചോദിച്ചാൽ 3 പേരുടെ പേര് എഴുതാം. ബാസിലസ് തുറിഞ്ചൻസിസ്, ട്രൈക്കോഡെർമ, സോയിലിൽ കാണപ്പെടുന്ന ട്രൈക്കോഡെർമ സ്പീഷീസിൽപ്പെട്ട ഫംഗസ്, അതേപോലെ ബാക്കുലോ വൈറസസിൽപ്പെട്ട ഒരു ജീനസ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. അപ്പൊ ഇവരെയൊക്കെ ഉപയോഗിച്ച് ബയോ കൺട്രോൾ ചെയ്യുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണ് IPM അഥവാ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഞാനത് എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ ലോകത്ത് എല്ലാ ജീവിക്കും ഫുഡ് ചെയിനിൽ വലിയൊരു പങ്കുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇക്കോസിസ്റ്റം പോലുള്ള ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു പെസ്റ്റ് ആയാലും ശരി തന്നെ അതിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതല്ല അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗം. പകരം നമുക്ക് വലിയ വിളനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ, ക്രോപ്പ് ലോസ് ഉണ്ടാകാത്ത രീതിയിൽ അതിന്റെ എണ്ണത്തെ ലിമിറ്റ് ചെയ്ത് വെക്കുക. അതായത് ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് എടുത്ത് ഞാൻ സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കാരണം ഈ പരിസ്ഥിതിയിലുള്ള എല്ലാ ജീവികളെയും അത് കൊന്നുകളയും. ഞാനിപ്പോൾ ഒരു പെസ്റ്റിസൈഡ് എടുത്ത് വയലിൽ സ്പ്രേ ചെയ്താൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സിനെ അത് കൊല്ലും, യൂസ്ലെസ് ആയിട്ടുള്ളതിനെയും കൊല്ലും, പാത്തോജൻസിനെയും കൊല്ലും, എല്ലാത്തിനെയും ഒരുമിച്ചാണ് നശിപ്പിക്കുന്നത്. ഇത് ടോട്ടൽ ഡിസ്ട്രക്ഷൻ കാരണമാവും. അതായത് നമ്മുടെ ക്രോപ്പ് ലാൻഡ് ആയാൽ തന്നെ, ഒന്നാമത് ക്രോപ്പ് ലാൻഡ് ഇക്കോസിസ്റ്റം ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഈ പറയുന്ന കെമിക്കൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ മൊത്തം ഇക്കോസിസ്റ്റം തന്നെ ഇംബാലൻസ് ആയി പോകും. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IPM ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് ദ ടോട്ടൽ കില്ലിംഗ് ഓഫ് ദ പെസ്റ്റ്. പെസ്റ്റിനെ മൊത്തം കൊല്ലുകയല്ല, ബൈ ഇറ്റ് ഈസ് ഓൺലി ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് പെസ്റ്റ്. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ദ പെസ്റ്റുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് പെസ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ പെസ്റ്റ് ടു അവോയ്ഡ് ക്രോപ്പ് ലോസ്. എന്തിനു വേണ്ടിയിട്ട്? ക്രോപ്പ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡിക്രീസ് ക്രോപ്പ് ലോസ്, നമ്മുടെ വിളനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? കീടങ്ങളുടെ എണ്ണം കുറച്ചു വയ്ക്കുന്ന, അല്ലാതെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പെസ്റ്റ്, ഇറ്റ് ഓൺലി ലിമിറ്റിംഗ് ദെയർ നമ്പർ ടു അവോയ്ഡ് ക്രോപ്പ് ലോസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ IPM അഥവാ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ദാറ്റ് ഈസ് ദ മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസറുകളായി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ, ഇപ്പം നമ്മൾ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ടാണ് നമ്മൾ മൈക്രോബിനെ പറഞ്ഞത്. ഇനി നമ്മൾ മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ് നോക്കും മക്കളെ. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് എൻറിച്ച് ന്യൂട്രിയന്റ് ക്വാളിറ്റി ഓഫ് ദ സോയിൽ. സോയിലിന്റെ ന്യൂട്രിയന്റ് ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്ന ഓർഗാനിസങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോ ഫെർട്ടിലൈസറുകൾ എന്ന് വിളിക്കുന്നത്. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ദ ഓർഗാനിസംസ് that enrich the quality of the soil. Example, bacteria, fungi, cyanobacteria. ഇവയ്ക്കൊക്കെ എന്ത് കൂട്ടാൻ പറ്റും? സോയിലിന്റെ ന്യൂട്രിയന്റ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതായത് മൈക്രോ ന്യൂട്രിയൻസിന്റെയും മാക്രോ ന്യൂട്രിയൻസിന്റെ ഒക്കെ അളവ് സോയിലിൽ കൂട്ടാൻ പറ്റും. റൈസോബിയം ഒരു ബാക്ടീരിയ ആണ്. സിംബയോട്ടിക് ബാക്ടീരിയ ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. നമ്മുടെ ഈ പയറ് ചെടിയുടെയൊക്കെ റൂട്ട് എടുക്കുന്ന സമയത്ത് നോക്കിക്കോണേ മക്കളെ, പയറ് ചെടിയുടെയൊക്കെ റൂട്ട് എടുക്കുകയാണ്. റൂട്ട് എടുക്കുന്ന സമയത്ത് ഈ റൂട്ടിൽ നൊഡ്യൂൾസ് ഫോം ചെയ്തുകൊണ്ട് ചില ബാക്ടീരിയകൾ ഇങ്ങനെ ഇരിക്കാറുണ്ട്, കുഞ്ഞു മുഴകൾ ഫോം ചെയ്തിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് റൈസോബിയം. ദാറ്റ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഈ ബാക്ടീരിയക്ക് കഴിയും. ആർക്കാ? റൈസോബിയത്തിന്. ദെൻ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ഇൻ ദ സോയിൽ. എക്സാമ്പിൾ അസോസ്പൈറില്ലം, അസോട്ടോബാക്ടർ. അസറ്റോബാക്ടർ അല്ല, അസോട്ടോബാക്ടർ ആണ്. ഓർത്തോണം. അപ്പോൾ ഒന്ന്
ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നൊഡ്യൂളിൽ സിംബയോട്ടുകളായി താമസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉണ്ട്, അവയാണ് റൈസോബിയം. ഇനി സോയിലിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്ന ചില ബയോ ഫെർട്ടിലൈസർ ബാക്ടീരിയകൾ ഉണ്ട്, അതാണ് അസോസ്പൈറിലം അസോട്ടോബാക്ടർ എൻറിച്ച് ദ നൈട്രജൻ കണ്ടന്റ് ഇൻ ദ സോയിൽ. സോയിലിലെ നൈട്രേറ്റിന്റെ ഒക്കെ അളവ് കൂട്ടും, അത് അവരും അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് മൈക്കോറൈസ. നമുക്കറിയാം ഇറ്റ് ഈസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംജൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലെ. ഫംജൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്. എക്സാമ്പിൾ അങ്ങനെയുള്ള ഒരു ഫംഗസിന് എക്സാമ്പിൾ ആണ് ജീനസ് ഓഫ് ഗ്ലോമസ്. ഗ്ലോമസ് എന്ന് പറയുന്ന ജീനസിൽ പെടുന്ന ഫംഗസ്, മൈക്കോറൈസ ഫോം ചെയ്യുന്ന ഫംഗസിന്റെ ജീനസിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഗ്ലോമസ് ആണ്. ഗ്ലോമസ്. Then with the plants, the fungus get food from the plant and the fungal symbiont perform the following. നോക്ക്, ഫംഗസിന് എന്ത് കിട്ടും? ഫുഡ് കിട്ടും. പകരം ഫംഗസ് തിരിച്ചെന്തൊക്കെയാ പ്ലാന്റിന് കൊടുക്കുന്നതെന്ന് നോക്കിയേ. അപ്പൊ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ഫംഗൽ സിംബയോണ്ട് ഇൻ ദ പ്ലാന്റ് ചോദിക്കാം നമ്മളോട്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈക്കോറൈസ ഇൻ എ പ്ലാന്റ്? ഒരു പ്ലാന്റിന് മൈക്കോറൈസ എത്രമാത്രം സിഗ്നിഫിക്കന്റ് ആണ് നോക്ക്. അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം ദ സോയിൽ ആൻഡ് പാസസ് ഇറ്റ് ഇൻ ടു ദ പ്ലാന്റ്. ഒന്നാമത് അവൻ ചെയ്യുന്ന സഹായമാണ്. നമ്മുടെ മണ്ണിൽ നിന്ന് എന്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും? ഫോസ്ഫറസ് അബ്സോർബ് ചെയ്ത് ആർക്ക് കൊടുക്കും? പ്ലാന്റിന് കൊടുക്കും. 1. 2, ഗീവ് റെസിസ്റ്റൻസ് ടു ദ റൂട്ട് ബോൺ പാത്തോജൻസ്. റൂട്ട് ബോൺ പാത്തോജൻസിന് എന്ത് കൊടുക്കൂടെ? റെസിസ്റ്റൻസ് കൊടുക്കും. ഗീവ് റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തോജൻസ് ആൻഡ് ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്. അതായത് നമ്മുടെ പ്ലാന്റിന് എന്ത് കൊടുക്കൂടെ? സലൈനിറ്റി, ഉപ്പുവെള്ളത്തിനോടും അല്ലാതെ ഉപ്പ് രസത്തോടും, ഡ്രോട്ട്, വരൾച്ചയോടും ഒക്കെ പ്രതിരോധം കൊടുക്കുക. അപ്പൊ ഗീവ് റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തോജൻസ് ആൻഡ് ടോളറൻറ്റ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട് ആൻഡ് ഗീവ് ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇവൻ ഒരുപാട് ന്യൂട്രിയൻസിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓവറോൾ പ്ലാന്റ് ഗ്രോത്തും ഡെവലപ്മെന്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ മൈക്കോറൈസ ഒരു പ്ലാന്റിന് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്. എന്താ കാരണം? ചില കാര്യങ്ങൾ അവന് ഹെൽപ്പ് ചെയ്യും. 1, സോയിലിൽ നിന്ന് കൂടുതൽ ഫോസ്ഫറസിനെ അബ്സോർബ് ചെയ്യാൻ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കും. റൂട്ട് ബോൺ ഡിസീസിനോട് കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കും. അതുപോലെ സലൈനിറ്റിയോടും ഡ്രോട്ടിനോടും കൂടുതൽ ടോളറൻസ് കൊടുക്കും. ഇനി പ്ലാന്റിന്റെ ഗ്രോത്തും അതിന്റെ ഡെവലപ്മെന്റും ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യോടെ? മൈക്കോറൈസ ഹെൽപ്പ് ചെയ്യും. ഇനി നോക്ക്, സയാനോ ബാക്ടീരിയ എങ്ങനെയാണ് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയ. ഓട്ടോട്രോഫിക് മൈക്രോബുകളാണ് സയാനോ ബാക്ടീരിയകൾ. ദേ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. എക്സാമ്പിൾ അനാബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. 3 സയാനോ ബാക്ടീരിയയുടെ എക്സാമ്പിളുകൾ അനാബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. അനാബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. സാർ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. സ്പൈറുലിന, 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 ഒസിലറ്റോറിയ. ഈ ഒരു ഓർഡറിൽ പഠിച്ചോ. ഒസിലറ്റോറിയ, ഒസിലറ്റോറിയ, നോസ്റ്റോക്ക്, അനാബീന. അനാബീന, അനാബീന. SONA, സോന എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സോന. നമുക്ക് സ്പൈറുലിന, ഒസിലറ്റോറിയ, നോസ്റ്റോക്ക്, അനാബീന. 4 എക്സാമ്പിൾ നമുക്ക് പറയാം. സയനോ ബാക്ടീരിയക്ക് ഒരു 4 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ സ്പൈറുലിന, ഒസിലറ്റോറിയ, നോസ്റ്റോക്ക്, അനാബീന, സോന. ഓക്കെ. ഇനി in paddy field, cyanobacteria serve as an important biofertilizers. It also add organic matter to the soil and increase its fertility. അതായത് ഈ സയനോബാക്ടീരിയ പാഡി ഫീൽഡിലൊക്കെ എന്ത് കൂട്ടാൻ സഹായിക്കും? ബയോ ഫെർട്ടിലൈസറിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അതായത് അവർ തന്നെ സ്വയം മണ്ണിൽ അലിഞ്ഞു ചേർന്ന് എന്തായിട്ട് ആക്ട് ചെയ്യും? ഓർഗാനിക് മാറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും. അപ്പൊ മക്കളെ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പൊതുവെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. 1, നമ്മുടെ ഡ്രഗ്സിൽ നിന്ന്, മെഡിസിനിൽ നിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഓർഗാനിക് ആസിഡും ഡ്രഗും. നിരവധി പ്രീവിയസ് ഇയറിലെ ഏത് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് പ്രത്യേക ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ആഡ് ചെയ്യാഞ്ഞത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം മെഡിസിൻ. മെഡിസിനായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? സ്ട്രെപ്റ്റോകൈനേസ്, സൈക്ലോസ്പോറിൻ എ, അതേപോലെ തന്നെ സ്റ്റാറ്റിൻസ്. ഇനി അവിടുന്ന് ഓർഗാനിക് ആസിഡ്സ്, സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സിട്രിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതേപോലെ തന്നെ അസറ്റിക് ആസിഡ്. ഇത്രയും ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബുകളുടെ പേര്. ഇനി നമ്മുടെ ചീസസ്, റോക്ക്ഫോർട്ട് ചീസ്, സ്വിസ് ചീസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടിച്ചത് ആരാണ്? ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ കവർ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തുനിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത.
അതായത് ഇതുവരെ ചോദിക്കാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ മുന്നോട്ട് വരും. എന്നാൽ ഇവിടെ നിന്ന് നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിൽ എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഈ ക്ലാസ് കഴിയുമ്പോൾ. കാരണം കംപ്ലീറ്റ് ചാപ്റ്ററിൽ ഒരൊറ്റ ലൈൻ പോലും ഇടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. കുഞ്ഞു ചാപ്റ്ററാണ്, കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. അപ്പോൾ ക്ലാസ് കണ്ട് തീരുമ്പോൾ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. എന്തെങ്കിലും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. അല്ല ഏതെങ്കിലും ഡൗട്ടുകളാണ്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം. അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.